ഈശോയിൽ പ്രിയ സഹോദരങ്ങളെ, എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ഏകീകൃത കുർബാനയെ സംബന്ധിച്ച തർക്കങ്ങൾ ഏറ്റവും മോശമായ അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഈ കഴിഞ്ഞ ശനിയാഴ്ച ഫെബ്രുവരി 1-ാം തീയതി തൃപ്പൂണിത്തുറ ഫൊറോനയിലെ പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ. ഈ ദേവാലയത്തിലെ അഡ്മിനിസ്ട്രേറ്ററായി വയോധികനായ ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛനെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കൂരിയ നിയമിക്കുകയും ആ നിയമനമനുസരിച്ച് അദ്ദേഹം ദേവാലയത്തിൽ ചാർജ് എടുക്കുകയും ചെയ്തിരുന്നു. അന്ന് അഡ്മിനിസ്ട്രേറ്ററായി ചാർജ് എടുക്കുവാൻ അദ്ദേഹം ദേവാലയത്തിലെത്തിയപ്പോൾ നിലവിൽ വികാരിയായിരുന്ന ജെറിൻ പാലത്തിങ്കൽ എന്ന ലോഹവേഷധാരി സ്ഥാനക്കൈമാറ്റത്തിന് വിസമ്മതിക്കുകയും സ്റ്റാറ്റസ് കോ നിലനിർത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവുണ്ടെന്നും അതുകൊണ്ട് തനിക്ക് അധികാരം കൈമാറുവാൻ സാധിക്കുകയില്ല എന്നുമുള്ള നിലപാടുകളൊക്കെ കൈക്കൊള്ളുകയും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നാം എല്ലാവരും അറിയുകയും ചെയ്തതാണ്. താൻ വൈദികനായിരിക്കുന്ന സഭയിലെ നിയമങ്ങളെക്കാൾ ഉപരി തനിക്ക് ബാധകമാകുന്നത് സിവിൽ നിയമങ്ങൾ ആണെന്നുള്ള ന്യായീകരണമായിരിക്കാം ഒരുപക്ഷെ ഈ ലോഹവേഷധാരി കോടതിയും സ്റ്റാറ്റസ് കോയും ഒക്കെ പറഞ്ഞ് തൻ്റെ മേലധികാരിയായി നിയമിക്കപ്പെട്ട തന്നേക്കാൾ പ്രായം കൂടിയ ഒരു പുരോഹിതനോട് അപമര്യാദയായി പെരുമാറുവാനും അദ്ദേഹത്തിന് അധികാരം കൈമാറുവാൻ വിസമ്മതിച്ചുകൊണ്ട് വിദ്വേഷ പ്രകടനം നടത്തുവാനും ഒക്കെയുള്ള ധൈര്യം നൽകിയത്. അതിനുശേഷം ഈ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ മുൻകൂട്ടി നിശ്ചയിച്ചനുസരിച്ച് ദിവ്യബലി അർപ്പിക്കുവാൻ ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛൻ ദേവാലയത്തിലെത്തുകയും പള്ളി നിറയെ വിശ്വാസികൾ വിശുദ്ധ ബലിയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ സ്ഥലം മാറ്റപ്പെട്ട വികാരി ജെറിൻ എന്ന വെള്ള വസ്ത്രം ധരിച്ച ഈ വ്യക്തിയുടെ നേതൃത്വത്തിൽ ഒരുപറ്റം വിമതർ ദേവാലയത്തിലെത്തുകയും ദേവാലയത്തിനുള്ളിൽ കയറുവാൻ പരിശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ട് ദേവാലയത്തിൻ്റെ വാതിലുകൾ അടച്ചിരുന്നതിനാൽ അവർക്ക് ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുവാൻ സാധിച്ചില്ല എന്നും ഒടുവിൽ സങ്കീർത്തിയുടെ കതക് തല്ലിപ്പൊളിച്ച് ജെറിൻ പാലത്തിങ്കലിൻ്റെ നേതൃത്വത്തിൽ ചില വിമതർ ദേവാലയത്തിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു. ഈ സമയത്ത് വിശുദ്ധ കുർബാനയുടെ കാഴ്ചയർപ്പണത്തിനുള്ള പ്രാർത്ഥനകൾ ചൊല്ലിക്കൊണ്ട് കാസായും പീലാസായും സജ്ജമാക്കിക്കൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛനെ അൾത്താരയിലേക്ക് കടന്നു കയറി ചെന്ന വിമതരിൽ ഒരുവൻ കഴുത്തിന് പിടിച്ച് തള്ളിമാറ്റി സങ്കീർത്തിയിലേക്ക് അതിശക്തമായി എറിയുകയും ബലിപീഠം അലങ്കോലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇതിനോടകം വിശ്വാസികളെ അന്ന് അവിടെ നടന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് വ്യക്തമായ രീതിയിൽ കാണിച്ചു കൊടുക്കുവാൻ സഹായമാവുകയും ചെയ്തു. വീഡിയോ ദൃശ്യങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ അൾത്താരയിൽ കയറുന്നതും മൈക്കെടുത്ത് മാറ്റുന്നതും വൈദികനെ കയ്യേറ്റം ചെയ്യുന്നതിനും അൾത്താര അലങ്കോലമാക്കുന്നതിനും സഹായിക്കുന്ന ദൃശ്യങ്ങൾ വ്യക്തമായി കാണാവുന്നതാണ്. ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ ലോഹ ധരിച്ച് ആക്രോശിച്ചുകൊണ്ട് ജെറിൻ പാലത്തിങ്കൽ അൾത്താരയിലേക്ക് കയറുന്നതും വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തുകൊണ്ട് നിൽക്കുന്ന വിശ്വാസികളുടെ നേരെ ആക്രോശിക്കുന്നതും കാണാം. തുടർന്ന് ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛൻ നടത്തുന്ന പ്രതികരണത്തിൽ നിന്ന് അദ്ദേഹം സങ്കീർത്തിക്കുള്ളിലേക്ക് നെഞ്ചിടിച്ച് കമിഴ്ന്നു വീഴുകയും ആണ് ഉണ്ടായതെന്ന് പിന്നീട് ബഹുമാനപ്പെട്ട ജോൺ തോട്ടുപുറം അച്ഛൻ്റെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ തന്നെ മർദ്ദിച്ചു എന്നും അവകാശപ്പെട്ടുകൊണ്ട് ലിസി ഹോസ്പിറ്റലിൽ ഈ ജെറിൻ ചികിത്സ തേടിയ കാര്യമാണ്. അദ്ദേഹം ഇപ്പോഴും അവിടെ തന്നെ ചികിത്സയിലായിരിക്കുന്നോ അല്ലയോ എന്ന് വ്യക്തമല്ല. ഏതായാലും പ്രസാദഗിരി പള്ളിയിൽ അരങ്ങേറിയ സംഭവങ്ങൾ നടന്നിട്ട് 3 ദിവസം കഴിയുമ്പോഴും സീറോ മലബാർ സഭയിലെ മേജർ ആർച്ച് ബിഷപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ ദൈനംദിന ഭരണകാര്യങ്ങൾക്കുള്ള ചുമതല നിർവഹിക്കുന്ന മെത്രാപ്പൊലീത്തൻ വികാരി മാർ ജോസഫ് പാമ്പ്ലാനി പിതാവോ സീറോ മലബാർ സഭയിലെ ഏതെങ്കിലും ഒരു മെത്രാനോ ഈ അനിഷ്ട സംഭവങ്ങളെ അപലപിക്കുകയോ കുറ്റക്കാർക്കെതിരെ തക്കതായ ശിക്ഷാ നടപടി സ്വീകരിക്കണമോ എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഈ സഭയിൽ അംഗങ്ങളായിരിക്കുന്ന എല്ലാ വിശ്വാസികളെയും ഒരുപോലെ വേദനിപ്പിക്കുകയുമാണ്.
വിശ്വാസികളുടെ നിരന്തരമായ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ ഉച്ചയോടുകൂടി ഒരു വാർത്താക്കുറിപ്പ്, പിന്നീട് സീറോ മലബാർ സഭയിൽ നിന്നും ഒരു വാർത്താക്കുറിപ്പ് പുറത്തേക്ക് വരികയും ചെയ്തു. ജെറിനെതിരെ നടപടി എവിടെ? വിശ്വാസികൾ വിഷമിക്കുകയാണ്. തങ്ങളുടെ നിലവിളി ദൈവം കേൾക്കുന്നില്ല എന്നുള്ള സന്ദേഹമാണ് ഈ നിരാലംബരായ മനുഷ്യരുടെ ഹൃദയങ്ങളിൽ നിന്ന് ഉയരുന്നത്. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ സഭയിലെ വിശ്വാസികളിൽ നല്ലൊരു വിഭാഗം വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇത്രയും കാലം സഭയുടെ പിന്നാമ്പുറത്ത് പറഞ്ഞ് കേട്ട കാര്യങ്ങൾ തന്നെയാണ്. അതായത് സഭയുടെ തലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അദ്ദേഹത്തിന് വേണ്ടി ഭരണ ചുമതല നിർവഹിക്കുന്ന മെത്രാപ്പൊലീത്തൻ വികാരി മാർ ജോസഫ് പാംബ്ലാനി പിതാവും രഹസ്യമായി വിമത വൈദികർക്ക് സഭ ഇല്ലിസിറ്റ് ആണ് എന്ന് പ്രഖ്യാപിച്ച ജന അഭിമുഖ കുർബാന ഇവിടെ അർപ്പിക്കുവാൻ വേണ്ട സാഹചര്യങ്ങൾ അവർ ഉണ്ടാക്കിക്കൊടുത്തുകൊള്ളാം എന്നുള്ള രഹസ്യധാരണ ഉണ്ടെന്നും അവർക്ക് വാക്ക് കൊടുത്തിരിക്കുകയാണെന്നും ഈ കൂരിയ എങ്ങനെയെങ്കിലും പൊളിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ചർച്ച എന്നൊക്കെ പറഞ്ഞ് സമയം നീട്ടിക്കൊണ്ടു പോകുന്നത് എന്നും ഒരു ശ്രുതി പരക്കെ കേൾക്കുന്നുണ്ട്. അതിന് റോമിൻ്റെ സമ്മതം പിടിച്ചു വാങ്ങുന്നതിനായി അക്രമ പ്രവർത്തനങ്ങൾ അരങ്ങേറണമെന്നും അതിനുള്ള അവസരങ്ങൾ വന്നാൽ അതൊഴിവാക്കരുത് എന്നുമുള്ള അവിശുദ്ധമായ ഒരു ധാരണ വിമത വൈദികരുമായി ഇവർ ഏർപ്പെട്ടിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് 2 ആഴ്ച മുമ്പ് എറണാകുളം അതിമെത്രാസന മന്ദിരത്തിലും ഇപ്പോൾ പ്രസാദഗിരി പള്ളിയിലും നടന്നതുപോലെയുള്ള അക്രമ സംഭവങ്ങൾ അരങ്ങേറുന്നത് എന്നും സാധാരണ വിശ്വാസികൾ അടക്കം പറയുന്നു. ഈ അതിരൂപതയുടെ ദൈനംദിന ഭരണം മാർപ്പാപ്പ മേജർ ആർച്ച് ബിഷപ്പിന് തിരികെ നൽകിയെന്നും മേജർ ആർച്ച് ബിഷപ്പിന് വേണ്ടി അതിരൂപതയുടെ ഭരണം നിത്യേന എന്ന വണ്ണം നിർവഹിക്കുന്നതിനായി മാർ ജോസഫ് പാംബ്ലാനിയെ നിയമിച്ചു എന്ന വാർത്ത വന്നപ്പോൾ ഈ അതിരൂപതയിൽ ഇനിയെങ്കിലും കാര്യങ്ങൾ നേരാംവണ്ണം നടക്കുമെന്നും മാർ പാംബ്ലാനി കാര്യക്ഷമമായ രീതിയിൽ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കി ഈ അതിരൂപതയെ ഐക്യത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരും എന്നുമൊക്കെ സാധാരണ വിശ്വാസികൾ ആത്മാർത്ഥമായി വിശ്വസിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ അതിരൂപതയിലെ തന്നെ ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു വൈദികനെ കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പൊലീത്തൻ വികാരിയും പിന്തുടരുന്ന കുറ്റകരമായ മൗനം ഇതുവരെ തങ്ങൾ പിന്തുടർന്ന ചിന്തകളിൽ നിന്നും മാറി ചിന്തിക്കുവാൻ വിശ്വാസികളെ പ്രേരിപ്പിക്കുന്നു. തനി രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്ന നേതാക്കന്മാരെ പോലെ അവിശുദ്ധമായ രീതിയിൽ തിരുസഭയുടെ തീരുമാനങ്ങൾ അട്ടിമറിക്കുവാനുള്ള പരിശ്രമങ്ങളാണോ മേജർ ആർച്ച് ബിഷപ്പും മെത്രാപ്പൊലീത്തൻ വികാരിയും കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നത് എന്ന് വിശ്വാസികൾ ചിന്തിച്ചാൽ തെറ്റു പറഞ്ഞേക്കരുത്. എന്തുകൊണ്ടാണ് അക്രമ പ്രവർത്തനങ്ങൾക്ക് പരസ്യമായി നേതൃത്വം കൊടുക്കുന്ന ഒരു വൈദികനെതിരെ നടപടി സ്വീകരിക്കുവാൻ ഇവർക്ക് സാധിക്കാതെ വരുന്നത്? അതിൻ്റെ ഉത്തരം അക്രമ പ്രവർത്തനങ്ങൾ ഇനിയും ഇവിടെ നടക്കണമെന്നും അക്രമ പ്രവർത്തനം കണ്ട് ഭയന്നിട്ടാണെങ്കിൽ പോലും റോമിനെ കൊണ്ട് വിമതർക്ക് അനുകൂലമായുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കണമെന്നുമുള്ള മുൻകൂട്ടി നിശ്ചയിച്ച തീരുമാനപ്രകാരം ഈ അതിരൂപതയുടെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുവാൻ ബന്ധപ്പെട്ട വിമത വൈദികരുടെ സഹായത്തോടെ തന്നെ കാര്യങ്ങൾ നീക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കൂട്ടർ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് മനുഷ്യരെ മാത്രമേ കബളിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തെ കബളിപ്പിക്കുവാൻ ആരൊക്കെ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരിക്കലും ഫലവത്തായിട്ടില്ല എന്ന് തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെ നിത്യേന ജനത്തെ ഓർമ്മിപ്പിക്കുന്ന മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാരും ഈ കാര്യം വകതിരിവോടെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുക. സാധാരണക്കാരായ മനുഷ്യർ ഹൃദയം നൊന്ത് നിലവിളിക്കുകയാണ്. തങ്ങളുടെ സഭയിൽ എന്ന് സമാധാനമുണ്ടാവുമെന്ന് തിരുസഭ തീരുമാനിച്ച രീതിയിൽ എന്ന് വിശുദ്ധ കുർബാന തങ്ങൾക്ക് കാണുവാൻ സാധിക്കുമെന്നുമൊക്കെ അവർ വ്യാകുലപ്പെട്ടുകൊണ്ട് പരസ്പരം ചോദിക്കുകയാണ്.
സഭയെ സ്നേഹിക്കുന്ന വൈദികരും അൽമായരും തങ്ങളുടെ നിലപാടുകൾ പരസ്യമായി പ്രഖ്യാപിക്കുകയും ഉചിതമായ നടപടികളിലേക്ക് കടക്കുകയും ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമായിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സംഭവങ്ങൾ അവർക്ക് നൽകുന്ന സൂചനകൾ. ഇനി അവർ കണ്ണുമടച്ചിരുന്നാൽ ഇതിലും വലിയ അനിഷ്ട സംഭവങ്ങൾ ദേവാലയങ്ങളിൽ സംഭവിക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഓരോ ഇടവകയിലും സഭയെ സ്നേഹിക്കുന്ന അൽമായർ സംഘടിതമായി തിരുസഭ തീരുമാനിച്ചിരിക്കുന്ന രീതിയിൽ തങ്ങൾക്ക് കൂദാശകൾ ലഭ്യമാക്കണമെന്ന് നമ്മുടെ ഇടവക വികാരിമാരോട് നമുക്ക് അഭ്യർത്ഥിക്കാം.